പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ചിന്ത പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നമ്മുടെ ഒരു പ്രയോറിറ്റി ആണോ ദൈവമക്കളെ? നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ദൈവമക്കളും, ഗോഡ്സ് പീപ്പിൾ, അവരുടെ കഥകൾ നമ്മൾ കാണുന്നുണ്ട്. ആ സംഭവങ്ങളിലെല്ലാം പ്രാർത്ഥന അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇവിടെ ദാനിയേൽ പ്രാർത്ഥനയെ പ്രയോറൈറ്റൈസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. അവൻ്റെ പ്രാർത്ഥനയുടെ ആ പ്രാക്ടീസ് അതുതന്നെയാണ് ശത്രുവിന് അവനെ അറസ്റ്റ് ചെയ്യുവാൻ്റെ കൊണ്ടും ഒരു ചാൻസ് ഉണ്ടാക്കി തന്നത്, അല്ലേ? എന്നാൽ ദാനിയേലിൻ്റെ ശത്രു ജയിച്ചോ? ഇല്ല. ദാനിയേലിൻ്റെ ശത്രുക്കൾക്കറിയാമായിരുന്നു അവൻ വളരെ റെഗുലറായിട്ട് അവൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്ന്. ആഫ്റ്റർ ഓൾ ദാനിയേൽ വാസ് എ ജ്യൂ, അല്ലേ? ഹീ ഈസ് ലിവിങ് ഇൻ എക്സൈൽ. അപ്പം അവന് ഒത്തിരി സമയങ്ങളുണ്ട്, അല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, ബാബിലോണിയൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഭയങ്കര അസൂയ അവനോടുണ്ടായി. അതുകൊണ്ട് അവനെ ഈസിലി ഒന്ന് ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ 3 പ്രാവശ്യം അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്. വാട്ട്സ് ഇൻട്രസ്റ്റിംഗ് ഈസ് ദാറ്റ് ഡാനിയേൽ പ്രേയ്ഡ് ഫസ്റ്റ്. എല്ലാ കാര്യത്തിലും ആദ്യം തന്നെ അവൻ പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കണ്ടത്. അവൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ രാജാവ് അവന് കൊടുത്തതുണ്ടായിരുന്നു, പക്ഷേ അതിനെ ഒന്നും അവൻ വലുതായി കണ്ടില്ല. ഞാൻ പറയട്ടെ, എന്ത് വിധി രാജാവ് പുറപ്പെടുവിച്ചാലും താൻ തൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമേറി കണ്ടിരുന്നത് പ്രാർത്ഥന തന്നെയായിരുന്നു. 1-2 വചനഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം ഇങ്ങനെ പറയുന്നു: രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിലെല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടരെന്ന് കണ്ടു. ദൈവമക്കളെ, പ്രാർത്ഥന നമ്മെ വിശിഷ്ടരാക്കും. പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുത്ത് നാം കാണേണ്ടത് ആവശ്യമാണ്. വേറൊരു വാക്യം, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം, രാജാവ് ദാനിയേലിനെ മഹാനാക്കി, അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. ദാനിയേൽ പ്രയോറിറ്റൈസ്ഡ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. ദാനിയേൽ വെൻറ്റ് ഹോം ആൻഡ് പ്രേയ്ഡ് ഫസ്റ്റ്. ഇത് നാം പലയിടത്തും കാണുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നൊരു കാര്യമാണ്, അല്ലേ? പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ പല കാര്യങ്ങൾ, ചിലപ്പം ഒരു അലേർട്ടായിരിക്കും, ചിലപ്പം ഒരു സ്ക്രീനായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നമ്മെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് വേറെ ചില പുതിയതിലേക്കൊക്കെ നമ്മെ അങ്ങ് കൊണ്ടുപോകും. ഞാൻ പറയട്ടെ, ഈ സ്ക്രീൻസ് ഗ്ലോ ചെയ്യാതിരിക്കുമ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ഡെയിലി ലൈഫ് ഒരു നോൺ സ്റ്റോപ്പ് ലൈഫാണ്. ജോലിയുണ്ട്, സ്കൂളുണ്ട്,
ഡേ കെയർ ഉണ്ട്, ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, വോളണ്ടിയറിങ് ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ദർ ഈസ് ഓൾവേസ് സംതിങ് ടു ഡു. അല്ലേ എൻ്റെ പ്രിയ ദൈവമക്കളെ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദർ ഈസ് സംതിങ് വെരി വെരി സ്പെഷ്യൽ അബൌട്ട് സ്റ്റാർട്ടിങ് ദ ഡേ. അതെന്തുമായിരിക്കണമെന്നോ? സ്പെൻഡിങ് എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് ഗോഡ്. നമുക്ക് 3 പ്രാവശ്യം വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതൊന്നും പോസിബിളായിട്ട് വരത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ ദൈവസന്നിധാനത്തിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒന്ന് മനസ്സ് വെക്കാമോ? ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ആയിട്ട് ഒന്ന് കാണാമോ അതിനെ? നാം പ്രാർത്ഥനയെ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമതായി കണ്ടാൽ, ഞാൻ പറയട്ടെ, ആ ദൈവവുമായിട്ട് നമ്മൾ ചിലവഴിക്കുന്ന ആ ക്വയറ്റ് മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ റുട്ടീൻ കാര്യങ്ങളെയും വളരെ ഭംഗിയായി നമുക്ക് ചെയ്തു തരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം മാറ്റിവെക്കണം. ദൈവവചനവും കൂടെ വായിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയുന്നു. വചനവായന ദൈവത്തിന് തൻ്റെ മനസ്സ് നമുക്ക് പൊഴിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ്. ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ? പ്രൈസ് ഗോഡ്. തുടർമാനമായി പ്രാർത്ഥിക്കാൻ പറ്റുമോ? കണ്ടിന്യൂലി പ്രാർത്ഥിക്കാൻ പറ്റുമോ? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 16-18 വാക്യങ്ങൾ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദാനിയേലിനെ പോലെ ദൈവസന്നിധിയിൽ നമ്മൾ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്നുള്ള പേര് പ്രാപിച്ച് ജയത്തോടെ നിൽപ്പാൻ തക്കവണ്ണം നാം ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഐശ്വര്യത്തിന് കാരണമായി തീരും. പ്രൈസ് ഗോഡ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം നാം നോക്കുമ്പോൾ 1-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, ചില കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നാം ശ്രദ്ധിക്കണമേ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തന്മാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതുക്കൾ വന്നു കൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുക കൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ നാം കാണുന്നത് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണ്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ഓരോ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും അനേക ആളുകൾ തന്നെ കാണുവാനായിട്ട് കടന്നു വന്നു. പ്രൈസ് ഗോഡ്. അതിരാവിലെ അവൻ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ പ്രാർത്ഥനയ്ക്കും അവനൊരു സോളിറ്ററി പ്ലേസ്, ഒരു ഏകാന്ത സ്ഥലം അവനാവശ്യമായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് 16 അധ്യായങ്ങളാണ് ഉള്ളത്. അവിടെ നമ്മൾ വരുമ്പോൾ 14-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ജനങ്ങൾ വരുന്നതുമൊക്കെ കാണുന്നുണ്ട്. അവിടെയും അവൻ ഏകാന്തത ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇഷ്ടപ്പെട്ടു. യേശു കർത്താവിൻ്റെ സ്വഭാവം മർക്കോസിൽ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിലും മത്തായിലുമൊക്കെ കാണാം. എല്ലാ ഗോസ്പെൽസിലും ഞാൻ പറയട്ടെ, യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ നാളുകളിൽ നല്ല കർത്താവ് വെച്ച മാതൃക പിൻപറ്റുവാൻ നമ്മളോട് അവൻ ആജ്ഞാപിച്ചിരിക്കുമ്പോൾ നമുക്ക് അത് പിൻപറ്റുവാൻ പറ്റുമോ? യേശുവിന് പലപ്പോഴും സ്പെസിഫിക് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. മലയിലേക്ക് അവൻ കയറിപ്പോകുമായിരുന്നു. നിർജ്ജന പ്രദേശത്തേക്ക് അവൻ വാങ്ങിപ്പോകുമായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അബ്രഹാം ഐസക്കുമായിട്ട് മോറിയ മലയിലേക്ക് കയറി. എന്തിനാ? ദൈവത്തിന് ഒരു പ്രൈവറ്റ് ഓൾട്ടാർ ഉണ്ടാക്കുവാൻ. നമുക്കറിയാം, മോശ സീനായ് മലയിലേക്ക് കയറി. എന്തിനാ?
ദൈവവുമായി ഏകാന്തമായി ഒന്ന് സംസാരിക്കാൻ. ഞാൻ പറയട്ടെ, നമ്മുടെ അറ്റൻഷനെ പിടിച്ചു പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് ഏകാന്തതയിൽ ഇരിപ്പാൻ തക്കവണ്ണം, ഒരു സ്ട്രോങ്ങർ കണക്ഷനിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള ഒരു എക്സ്പീരിയൻസ് വേണ്ടേ ദൈവപൈതലേ? ഓരോ ദിവസത്തെയും ശബ്ദകോലാഹലങ്ങൾ ഒന്ന് ഷട്ട് ഓഫ് ചെയ്യണ്ടേ? ദൈവവുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? വി പൊസിഷൻ ourselves ഫോർ എ ഡീപ്പർ കണക്ഷൻ വിത്ത് ഹിം. എന്ത് ചെയ്യണം? പ്രൈസ് ഗോഡ്. അതിന് അവസരങ്ങൾ ഉണ്ടാക്കിക്കോണം. ദൈവവുമായിട്ട് ഒരു വൈബ്രൻറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഫൈൻഡ് എ പ്ലേസ് ഓഫ് സോളിറ്റ്യൂഡ് ആൻഡ് ബി അലോൺ വിത്ത് ഗോഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ബൈ ഡൂയിങ് സോ യു വിൽ എൻഗേജ്ഡ് ഇൻ എ പ്രാക്ടീസ് that the earliest Christians understood and that Jesus himself modeled. യേശു കർത്താവിൻ്റെ ഒരു മോഡൽ പിൻപറ്റുവാൻ നമുക്കും ഇടയാകും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥനയുടെ ആ ഒരു വലിയ ദൗത്യം നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അനേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിൽക്കുവാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഏൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ കണക്ക് കൊടുക്കേണ്ടവരാണല്ലോ. അതൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് മധ്യസ്ഥത അണച്ച് വിടുതൽ പ്രാപിപ്പാൻ, വിഷയങ്ങൾക്ക് ഉദ്ധാരണം പ്രാപിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണം. അതിനു വേണ്ടി കർത്താവെ ഞങ്ങൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ നീ ഞങ്ങളോട് ബുദ്ധി ഉപദേശിച്ചതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.